സിനിമകളുടെ റൗണ്ട്. ഏത് സിനിമയാണ് നിങ്ങൾ ചെയ്യാൻ പോണത്? പടക്കംപാട്ട് കഥകളിലെ ഏറെ ശ്രദ്ധേയമായ പൊന്നാപുരം കോട്ട എന്ന ചിത്രം ഞങ്ങൾ കോമഡിയുടെ രൂപത്തിലൂടെ അവതരിപ്പിക്കാൻ പോവുകയാണ്. പൊന്നിൻ കട്ടയാണെന്നാലും നെഞ്ചിൽ കൊണ്ടാൽ മറിഞ്ഞു വീഴും, പൊന്നിൻ സൂചിയാണെന്നാലും കണ്ണിൽ കൊണ്ടാൽ മുറിഞ്ഞു പോകും. തമ്പി, ഇത് കണ്ണപ്പനുണ്ണിയിലെ പാട്ടല്ലേ? നമ്മൾ പാടേണ്ടത് പൊന്നാപുരം കട്ടയിലെ പാട്ടല്ലേ? ജ്യേഷ്ഠ, നമ്മൾ പൊന്നാപുരം കട്ടയിലെ പാട്ടും പാടിച്ചെന്നാൽ കേളുമുപ്പിന് മനസ്സിലാവും നമ്മൾ സർവഞ്ചേരി കുറുപ്പിന്റെ മക്കൾ കണാരനും കമ്മുവുമാണെന്ന്. പക്ഷെ എങ്ങനെ ഉണ്ടെന്റെ ബുദ്ധി? ഹനിയ, പൊന്നാപുരം കട്ടയിലെത്തിയാലുടൻ തന്നെ നമ്മുടെ ആധാരം കൈക്കിലാക്കിയ കേളുമുപ്പിനെയും നമ്മുടെ അംഗം കുറിച്ച പൊന്നിയെയും കന്നിയെയും കീഴ്പ്പെടുത്തണം. തൽക്കാലം സ്കെച്ചിട്ടവരെ നമുക്ക് ആദ്യം തട്ടാം. പൊന്നിപ്പെണ്ണെ പൊങ്ങി പൊങ്ങി മാനം മുട്ടല്ലേ, പൊരുളും കരളും കവർന്നെടുത്തു കൊല്ലിച്ചേക്കല്ലേ. കമ്മു, അമ്മേ, സർവം ചേരിക്കുറിപ്പിന്റെ മക്കൾക്ക് ഡമ്മിക്കുതിരപ്പുറത്ത് കയറിയിരുന്ന് കളിക്കാൻ നാണമില്ലേ? ഇവിടെ കിടന്ന് കുതിര കളിക്കാതെ അമ്മയെ നോവിച്ച് നിങ്ങളുടെ അച്ഛനെ തട്ടി ആധാരം കൈക്കലാക്കിയ കേളുമൂപ്പനെയും പൊന്നിയെയും കന്നിയെയും ഒരു പാഠം പഠിപ്പിച്ചിട്ട് വരി. അതിന് ഞങ്ങൾ എന്താണ് അമ്മ ആദ്യം ചെയ്യേണ്ടത്? നിങ്ങളൊന്നും ചെയ്യണ്ട, എല്ലാം അവര് ചെയ്തോളും. ഷമ്മേ, ഭയപ്പെടാതിരിക്കും മക്കളെ. ആയോധനകൾ അഭ്യസിക്കുന്നതിന് വേണ്ടി എല്ലൂർ ഗുരുക്കളെ അമ്മ ക്ഷണിച്ചിട്ടുണ്ട്. ഡമ്മിക്കുതിര എടുത്ത് മാറ്റി. അതിന് അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇല്ല മക്കളെ, ഒരു ദിവസം 3 പ്രാവശ്യത്തിൽ കൂടുതൽ ഞാൻ അനുഗ്രഹിക്കാറില്ല. ഇത് ഞാൻ LKGയിൽ പഠിക്കുമ്പോൾ ചെയ്ത ശപഥമാണ്. ജ്യേഷ്ഠ, ആ കുളമ്പടി കേൾക്കുന്നു. ആരോ കഴുതപ്പുറത്ത് വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. പ്രണാമം ഗുരുക്കളെ. വരവ് വെച്ചിരിക്കുന്നു. സമ്മതിച്ചിരിക്കുന്നു. ആശാന്റെ ശിഷ്യൻ കേമൻ തന്നെ. കേമനായതുകൊണ്ടൊന്നുമല്ല, കഴിഞ്ഞ ആഴ്ച യവനെ ഒരു കുരങ്ങ് കടിച്ചു. അതിനുശേഷം ഇവൻ ഇങ്ങനെ. ഗുരുക്കളെ, പൊന്നാപുരം കട്ടയിലെ കേളുമൂപ്പനെയും കന്നിയെയും പൊന്നിയെയും തറപട്ടിക്കാനുള്ള എല്ലാ അടവുകളും എന്റെ പൈതങ്ങളെ പഠിപ്പിക്കണം. ഇനി താമസിക്കണ്ട, അടവുകൾ തുടങ്ങാം. കുലദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചോളിൻ. പൈതങ്ങളെ, ഇവരൊക്കെ ആരാ? ശിവരൊക്കെ കൊട്ടാരത്തിലെ ഫയർ ഡാൻസുകാരാണ്. എന്നിട്ടെന്താ ഇവര് തീയൂതാത്തത്? മണ്ണെണ്ണ സബ്സിഡി വെട്ടിക്കുറച്ചത് പിന്നെ തീയൂതിരില്ല. പന്തം കുത്തിയും നിപ്പും ചാട്ടവും മാത്രമേ ഉള്ളൂ. ഗുരുക്കളെ, ഞങ്ങൾ അംഗം പഠിക്കാൻ തയ്യാർ. രണ്ടുപേരും കാവിലമ്മയെ മനസ്സിൽ ധ്യാനിക്കുക. ഇനി വാളെടുത്ത് 5 ചുവട് പുറന്നോട്ട് വെച്ച് ഇടത് മാറി വലത് തിരിഞ്ഞ് വാളെടുത്ത് മുകളിൽ വെട്ടി താഴെവെട്ടി മുകളിൽ വെട്ടി താഴെവെട്ടി മുകളിൽ വെട്ടി താഴെവെട്ടി മുകളിൽ വെട്ടി. ഗുരുക്കൾ ഒരുപാട് നേരമായിട്ട് ഇത് തന്നെയാണല്ലോ പറയുന്നത്. എടാ, ഗുരുക്കളായി പോയില്ലേ, എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? ഇല്ലെങ്കിൽ നീയൊക്കെ വിചാരിക്കും ഞാൻ വെറും മണ്ണുണ്ടിയാണെന്ന്. അഭ്യസിക്കും. ഇടത് മാറി വലത് മാറി ഓടി വന്ന് പരിചയമുട്ടിക്കും. ഇപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായല്ലോ. ഇടത് മാറിയാലും വലത് മാറിയാലും ഒഴിഞ്ഞു മാറിയില്ലെങ്കിൽ കിട്ടാനുള്ളത് കിട്ടും മക്കളെ. ഗുരുക്കളെ, ഞാൻ പള്ളിയുറക്കത്തിന് പോകുകയാണ്. നാളെ രാവിലെ തൊഴിലുറപ്പിന് പോകേണ്ടതാണ്. മക്കളെ, നിങ്ങൾ പൊന്നാപുരം കട്ടയിൽ പോയി
ആധാരവും വാങ്ങി വിജയശ്രീ ലാളിതരായി തിരിച്ചു വരും. അമ്മ, ഞങ്ങൾ വിജയശ്രീ ലളിത രാഗിണി പത്മിനി ജയഭാരതിയായി തിരിച്ചു വരും അമ്മേ. പിന്നെ കമ്മു, പൊന്നാപുരം കട്ടയിൽ ചെന്നാൽ കേളുമൂപ്പൻ മധുരമിട്ട് ചായ തന്നാൽ മേടിച്ച് കുടിക്കരുത്. എന്താണമ്മേ? നിനക്ക് പഞ്ചാരയുടെ അസുഖമുള്ളതാണ് അമ്മേ. പിന്നെ പോകുന്ന വഴി ശത്രുക്കളാരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ കയ്യിൽ കെട്ടിയിരിക്കുന്ന രക്ഷാ റിമോട്ടിലൊന്ന് അമർത്തിയാൽ മതി. ശത്രുവിന്റെ ചാനൽ അടിച്ചു പോകും. അങ്ങനെയോ? എങ്കിൽ അതൊന്ന് പരീക്ഷിച്ചിട്ട് തന്നെ കാര്യം. കൊള്ളാം, ഗുരുത്വമുള്ള മക്കൾ ഗുരുവിൽ തന്നെ പരീക്ഷിച്ചുവല്ലേ. പോയി വരിൻ. കളരി പരമ്പര ദൈവങ്ങളാണ്. ലോകിനാർക്കാവിലെ അമ്മയാണ്. പഞ്ഞാപുരം കട്ടയിൽ നിന്നും നമ്മുടെ കൊട്ടാരത്തിന്റെ ആധാരവുമായിട്ട് ഞങ്ങൾ തിരിച്ചു വരികയുള്ളൂ. ഇത് സത്യം, സത്യം, അസത്യം. വയനാടൻ കേളൂന്റെ പൊന്നും കോട്ട, പടകാളി നിർമ്മിച്ച പൊന്നും കോട്ട, ഭൂതങ്ങൾ കാവലിരിക്കും കോട്ട, പൊന്നാപുരം കോട്ട, പുതിയ കോട്ട, വയനാടൻ കേളൂന്റെ പൊന്നും കോട്ട. ആ പൊന്നാപുരം കട്ടയെ കുറിച്ച് ഇത്രമാത്രം പുകഴ്ത്തിപ്പാടാൻ ആരാണ് നിങ്ങൾ? പൊന്നി, നമ്മൾ വേഷം മാറി വന്നവരാണെന്ന് ഇവരറിയണ്ട. കള്ളപ്പേര് പറഞ്ഞാൽ മതി. ഞാൻ വടക്ക് പഞ്ചായത്ത് മെമ്പർ പൊന്നൻ. ഞാൻ കുടുംബശ്രീ പ്രസിഡന്റ് കണ്ണമ്മ. ഞാൻ കമ്മു. ആരെ കമ്മു? സർവഞ്ചേരി കമ്മു. ഏതായാലും നിങ്ങൾ ഇത്രയധികം പുകഴ്ത്തി പറഞ്ഞ പൊന്നാപുരം കട്ട കാണാൻ എനിക്കതിയായ ആഗ്രഹം. ശരിയാ ജ്യേഷ്ഠ. എങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ഇനി പൊന്നാപുരം കട്ടയിലേക്ക്. ഇറങ്ങി വരും. ഞങ്ങളുടെ അമ്മയെ വേദനിപ്പിച്ച് കൈക്കലാക്കി ആധാരം തിരിച്ചെടുക്കാൻ ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഇറങ്ങി വരും. പൊൻകോട്ടയിൽ വാഴും കേളൂപ്പൻ പല്ലക്കിലേറി വരുന്നുണ്ട്, തായമ്പകയുണ്ട്, തിരയുമുണ്ട്, താലപ്പൊലിയുണ്ട്, നൃത്തമുണ്ട്. കേളുമൂപ്പ, നിരപരാധിയായി ഞങ്ങളുടെ അമ്മയെ നിവേദനിപ്പിച്ചില്ലേ? മുങ്ങിച്ചാവാൻ പോകുന്നവനെ രക്ഷിക്കണമെങ്കിൽ സ്വയം നീന്തൽ അറിയണം, അല്ലെങ്കിൽ അവനോടൊപ്പം നിങ്ങളും കൂടി മുങ്ങും. നീ വീട്ടിൽ കയറി വന്ന് ഞങ്ങളുടെ അമ്മയോട് മെമ്പർഷിപ്പ് ചോദിച്ചില്ലേ? ഒരു കുരുടനെ വേറൊരു കുരുടൻ വഴി കാണിച്ചാൽ രണ്ടുപേരും കൂടെ വല്ല കുഴിയിൽ പോയി വീഴും. അത്ര തന്നെ. നമ്മൾ ചോദിക്കുന്നതിനല്ലോ ഇവൻ മറുപടി പറയുന്നത്. ഇനി നീ എന്തെങ്കിലും തട്ടിക്കൂട്ടിക്കൊണ്ടുപോവാ, നിന്റെ വായി ഞാൻ പൂഴിയും നിറയ്ക്കും. എന്റെ മൂക്കിലൂടെ എത്ര കാലം ശ്വാസം പോകുന്നോ അത്ര കാലം ഞാൻ ജീവിക്കും. അതുകൊണ്ട് വീട്ടിൽ കാണാവുന്നല്ല, വീട്ടിൽ കണ്ടിരിക്കുന്നവരാ. അജ്യേഷ്ഠ, മൂപ്പൻ വന്നപ്പോൾ അമ്മ നമുക്ക് കെട്ടിത്തന്ന ആ രക്ഷാ റിമോട്ട് അമർത്താമായിരുന്നില്ലേ? ഞാൻ ശ്രമിച്ചതാണ്, പക്ഷെ നമ്മളെക്കാൾ വലിയ റിമോട്ടല്ലേ അവന്റെ വായിലിരിക്കുന്നത്. അല്ല ജ്യേഷ്ഠ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ കുമാരനും കുമാരിയും എവിടെ പോയി? അല്ല, കുമാരന്മാർ ഞങ്ങളെ അന്വേഷിക്കുകയായിരുന്നു. അതെ, കുറച്ചു ദിവസമായില്ലേ പൊന്നാപുരം കട്ടയിൽ വന്നിട്ട്. ചിലവിനുള്ള കാശെല്ലാം തീർന്നു. കേളുമൂപ്പന്റെ പമ്പിൽ പെട്രോൾ അടിക്കാൻ നിൽക്കുകയായിരുന്നു. അല്ല, കുമാരൻ എവിടെ? കുളിക്കാൻ പോയിരിക്കുക. ജ്യേഷ്ഠ, എങ്കിൽ ഞാനും പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. പൊന്നാപുരം കട്ടയിൽ വന്നിട്ടൊന്ന് കുളിച്ചില്ലെങ്കിൽ പിന്നെ എന്താ ഒരു രസം? വള്ളിയൂർക്കാവിലെ കന്നിക്ക് വയനാടൻ പുഴയിലിന്നാറാട്ട്, കൂടെ കുളിക്കാൻ ഇളം കാറ്റ്, കുരവ വിളിക്കാൻ മുളം കാട്. ചോലക്കുളിരിഞ്ഞൊറിഞ്ഞു ചുറ്റി നീലക്കാർ കൂന്തലഴിച്ചുലമ്പി,
നിറതാളി തേച്ചു മെഴുക്കിളക്കി നീരാട് കണ്ണീ നീരാട്. അത് ശരി. അപ്പൊ കുമാരനായിട്ട് വന്നത് പൊന്നിയായിരുന്നല്ലേ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി മന്ത്രമോതിരം മായമോതിരം ഇന്ദ്രജാല കല്ലുമോതിരം. പൂക്കളെ അപ്സര സ്ത്രീകളാക്കും, ഇത് ഭൂമിയെ സ്വർഗമാക്കും. തമ്പിയേട്ടാ, പൊന്നി തമ്പിയേട്ടാ, എന്തിരൻ സാക്ഷി നിർത്തി, എന്തിനും ചന്ദ്രൻ സാക്ഷി നിർത്തി ഞാൻ മൊഴിയന്. അങ്ങാണെന്റെ കാണപ്പെട്ട ദൈവം. നീ എന്റെ ജീവനാണ് പൊന്നി. നാളെ കേളമൂപ്പനുമായി അംഗം വെട്ടി ഞാൻ മരിച്ചു വീണാൽ ആ നിമിഷം ഞാൻ ഫോൺ ചെയ്ത് നിന്റെ വീട്ടിൽ അറിയിക്കും. തമ്പിയേട്ടാ, എനിക്ക് കൃത്രിമ ശ്വാസം നൽകേണ്ടി വന്നാൽ ഹരക്കൈ നോക്കും ഞാൻ. തമ്പിയേട്ടാ, ഞാനീ മോതിര കൈ തൊടുമ്പോ എന്താണ്? പൊന്നാപുരം കടയിൽ കേളുവും കമ്മുവും തമ്മിൽ പൊരിഞ്ഞ് യുദ്ധം നടക്കുന്നു. അവിടെ ആ ലിഫ്റ്റ് ഉണ്ടോ? ആ ഒരു ഡൈവിങ് ഒഴിവാക്കാമായിരുന്നു. ആ കേളുമൂപ്പ, ഞാനിതാ എത്തിക്കഴിഞ്ഞു. ആയിഷടാ, എന്തിനാണ് യുദ്ധത്തിനിടയ്ക്ക് എല്ലാവരും പൊരുതിന്നുന്നത്? അത് പൊരിഞ്ഞ യുദ്ധമാണ്, അതാണ് പൊരുതിന്നുന്നത്. ജ്യേഷ്ഠ, അവന് എനിക്ക് തരും. അവനുമായിട്ട് അംഗം വെട്ടാൻ എന്റെ രക്തം തിളയ്ക്കുന്നു. ചില്ലിനടാ അങ്ങോട്ട്. അനിയ ആധാരം തിരിച്ചു തന്നു. കാണണ്ടേ അവൻ തന്ന ആധാരം? എവിടെ ജ്യേഷ്ഠ? ഇതാ ആധാരം സിനിമയുടെ പോസ്റ്റ്. നിന്നെ ഞാൻ ഒരു പട്ടിക്ക് അതിന്റെ വാല് കൊണ്ട് നാണം മറയ്ക്കാനാകില്ല. നീ വലിയവനാകാം എന്ന് കരുതി ഞാൻ ചെറിയവനാണെന്നുള്ള അർത്ഥമില്ല. കണ്ടില്ലേ എന്റെ പ്രതിരൂപങ്ങൾ? സമസ്ത മേഖലയിലും ഇതുപോലെയുള്ള കേളുമൂപ്പന്മാരുണ്ട്. അവരെ നമ്മൾ തിരിച്ചറിയണം. ഇല്ലെങ്കിൽ സംഭവാമി യുഗേ യുഗേ. ചോദിച്ചു നോക്കാല്ലേ? ചോദിച്ചു നോക്കാം. പക്രുച്ചേട്ടാ, സത്യം പറഞ്ഞാൽ ഞാനൊന്നും ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ചിരിച്ചിട്ടില്ല. ചിരി നിങ്ങൾ ഉണ്ടാക്കിയതും സ്വാഭാവികമായിട്ട് ഉണ്ടായതും എല്ലാം കൂടെ വന്നപ്പോ നമ്മൾ ചിരിച്ച് 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 മറിഞ്ഞു എന്നുള്ള